ഹലോ. ഇവിടെ ഓസ്ട്രേലിയയിൽ യൂണിവേഴ്സിറ്റിയിൽ ജോയിൻ ചെയ്ത എല്ലാവർക്കും വേണ്ടിയുള്ളൊരു വീഡിയോ ആണിത്. എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സിറ്റിയിൽ കയറുമ്പോൾ അറിയേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ എനിക്ക് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയ കാര്യങ്ങളാണ് ഷെയർ ചെയ്യുന്നത്. എനിക്കാണ് ഓറിയൻറ്റേഷൻ വീക്ക് കഴിഞ്ഞ് നാളെ എല്ലാവർക്കും ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ നാട്ടിൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. എന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാം ഓൺലൈൻ ത്രൂ ആണ് കാര്യങ്ങൾ. അപ്പം നമുക്കത് യൂസ് ചെയ്യുന്നതൊക്കെ നമ്മൾ കുറച്ച് കൺഫ്യൂസ്ഡ് ആയിരിക്കും. ഇപ്പോൾ ഏകദേശം അവർ ഓറിയൻറ്റേഷൻ്റെ ഒന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും പക്ഷേ ഇനി ക്ലാസ്സിൽ ലെക്ചേഴ്സ് അത് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളോട്ട് ടെൻഷൻ അടിക്കണ്ട. പിന്നെയെന്ന് പറഞ്ഞാൽ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് കൂടുതലും അസൈൻമെൻറ്റ്സ് ഒക്കെ ആയിരിക്കും. എനിക്ക് തോന്നുന്നു ചില കോഴ്സസിന് മാത്രമേ ഉള്ളൂ എക്സാംസൊക്കെ നടക്കുന്നത്. അപ്പോൾ അസൈൻമെൻറ്റ്സ് കൂടുതൽ വരുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ അസൈൻമെൻറ്റ്സ് വേറെ ആരെയും കൊടുത്ത് ചെയ്യിക്കാണ്ടിരിക്കുക. വേറെ ഒന്നും കൊണ്ടല്ല, എന്ന് പറഞ്ഞാൽ അവർ യൂസ് ചെയ്യുന്നുണ്ടോ ഇല്ല എന്നുള്ളത് നമുക്കറിയില്ല. നമ്മൾ വെറുതെ അത്രയൊരു എമൗണ്ട് കൊടുക്കുക എന്നുള്ളത് ഉള്ളവർക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ റിസ്ക് ചെയ്യണം. ആക്ച്വലി നല്ല റിസ്ക്കാണത്. അതുപോലെ തന്നെ സെക്കൻഡ് കാര്യം യൂസ് ചെയ്യാണ്ടിരിക്കുക. ഇൻ ദ സെൻസ് 100% യൂസ് ചെയ്യാണ്ടിരിക്കേണ്ടതെന്നല്ല. എന്ന് പറഞ്ഞാൽ ഉപയോഗിക്കുക. ഇപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഒക്കെ നമ്മൾ സെർച്ച് ചെയ്ത് നോക്കുക. പക്ഷെ അത് അങ്ങനെ തന്നെ കോപ്പി പേസ്റ്റ് ചെയ്യാണ്ടിരിക്കുക. കോപ്പി പേസ്റ്റ് ചെയ്താൽ എന്തായാലും കണ്ടുപിടിക്കും. ഇവിടെ എന്ന് പറഞ്ഞാൽ അതിന് വേണ്ടി മാത്രം ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ട്. അത് കണ്ടുപിടിച്ച് പിന്നെ അതിൻ്റെ ഇൻവെസ്റ്റിഗേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോകും. അപ്പോൾ നമ്മൾ എന്താണെന്ന് വെച്ചാൽ എനിക്ക് ചില യൂണിറ്റ്സിന് അത് അലൗ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എനിക്ക് ലാസ്റ്റ് സെമ്മിൽ ഉണ്ടായിരുന്ന ഒരു യൂണിറ്റിൽ 20% എന്തോ യൂസ് ചെയ്യാൻ പറ്റുമായിരുന്നു. എന്ന് പറഞ്ഞാൽ അവരിങ്ങനെ ചിലവരത് പ്രൊമോട്ട് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാൽ കുറച്ച് നിങ്ങൾ അത് യൂസ് ചെയ്യണം, എന്നാൽ അത് എന്താണെന്ന് മനസ്സിലാവുള്ളൂ. അങ്ങനെ മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആട്ടോ. ഞാൻ യൂസ് ചെയ്തിട്ട് ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഇവിടെ എല്ലാത്തിനും റെഫറൻസ് വേണം. ChatGPT റെഫറൻസ് ജനറേറ്റ് ചെയ്യാൻ പറഞ്ഞൊരു ടോപ്പിക് കൊടുത്ത് അടിപൊളിയായിട്ട് റെഫറൻസ് എഴുതി തരും. പക്ഷേ ഇല്ലാത്ത സാധനങ്ങൾ എഴുതി തരും. അതെന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളിപ്പോൾ ബുക്സ് എന്തെങ്കിലുമൊക്കെ ടൈപ്പ് ചെയ്ത് നോക്കി നോക്കുക, ആ ബുക്സേ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടാവില്ല. അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളുണ്ട്. പക്ഷെ നമുക്ക് കാണുമ്പോൾ ഭയങ്കര അടിപൊളിയാണല്ലോ എന്നുള്ളൊരു ഫീലും തോന്നും. പക്ഷെ ഒരിക്കലും അങ്ങനെ ചെയ്യാണ്ടിരിക്കുക. പ്രോപ്പറായിട്ട് ഇപ്പോൾ ഏത് യൂണിയാണോ അവരുടെ നമുക്ക് ലൈബ്രറി ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. അതൊക്കെ നോക്കിയിട്ട് അങ്ങനെ റെഫറൻസ് ചെയ്യാൻ നോക്കാം. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇൻഡിവിജ്വൽ അസൈൻമെൻറ്റ്സ് ഉണ്ടാവും, ഗ്രൂപ്പ് അസൈൻമെൻറ്റ്സ് ഉണ്ടാവും. ഗ്രൂപ്പ് അസൈൻമെൻറ്റ്സ് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ആദ്യമായിട്ട് ആൾക്കാരെ അറിയുന്നുണ്ടാവില്ല. അപ്പോൾ നമ്മൾ ജോയിൻ ചെയ്യുന്ന ഗ്രൂപ്പ് എന്ന് പറയണത് എന്താണ്, കുറച്ചുകൂടിയും അറിയാത്ത ആൾക്കാരൊക്കെ ആയിരിക്കും. പക്ഷെ അത് കുഴപ്പമില്ല. നമ്മളുടെ 100% ഇടുക. എന്ന് പറഞ്ഞാൽ എന്താ ഇപ്പോൾ പറയുക, ലാസ്റ്റ് അവരൊരു ഫോം തരും. എനിക്ക് ഗ്രൂപ്പ് വന്ന എല്ലാത്തിനും ഉണ്ടായിരുന്നു. ചിലത് ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കും. കാരണം നമ്മളുടെ പോസിറ്റീവ് സൈഡ് എന്തായിരുന്നു, നമ്മുടെ ഒരു നെഗറ്റീവ് സൈഡ് എന്തായിരുന്നു, അങ്ങനെ എല്ലാം. ഇപ്പോൾ 4 പേരുള്ള ഗ്രൂപ്പാണെന്ന് വിചാരിക്കും. അപ്പം ഞാൻ ബാക്കി 3 പേരെ പറ്റിയും എല്ലാം ഡീറ്റെയിൽ ആയി എഴുതണം. അപ്പോൾ നമ്മളുടെ സൈഡിൽ നിന്ന് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വരുവാണെങ്കിൽ അതും അവർ എഴുതും, നെഗറ്റീവ് സൈഡും. എനിക്ക് ആ 40% ആണെങ്കിൽ 10% അത് വെച്ചായിരിക്കും ഇവാലുവേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ആ ഗ്രൂപ്പൊക്കെ ചെയ്യുമ്പോൾ അത് ശ്രദ്ധിക്കുക. നമ്മുടെ സൈഡിൽ നിന്ന് എഫേർട്ട് ഇടാം. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് അസൈൻമെൻറ്റ്സിനൊക്കെ എക്സ്റ്റൻഷൻ കിട്ടും. എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ 3ാമത്തെയൊക്കെ അസൈൻമെൻറ്റ്സ് വരുമ്പോൾ ഏകദേശം എല്ലാം കൂടിയും ഒരുമിച്ചായിരിക്കും വരുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് മാനേജ് ചെയ്യാൻ പ്രശ്നം ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് യൂണിറ്റ് ഔട്ട്ലൈൻ നോക്കിയാൽ അറിയാൻ പറ്റും എക്സ്റ്റൻഷൻ മേടിക്കാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളത്. മിക്കതിന് എക്സ്റ്റൻഷൻ കിട്ടുന്ന സാധനങ്ങളാണ്. പക്ഷേ തലേദിവസം അപ്ലൈ ചെയ്താൽ കിട്ടില്ല. എനിക്ക് തോന്നുന്നു നമുക്ക് ഏകദേശം നോക്കുമ്പോൾ ഒരു ഐഡിയ കിട്ടും ഇത് തമ്മിൽ ക്ലാഷ് ആവുന്നുള്ളത്. അപ്പോൾ അത് നേരത്തെ എക്സ്റ്റൻഷൻ മേടിക്കുക. എന്ന് പറഞ്ഞാൽ എനിക്കിങ്ങനെ അത് സ്ട്രെസ്സാണ്, കുറച്ച് ബേർഡനായിട്ട് ഫീൽ ചെയ്യുന്നത്, അങ്ങനെ ജെന്യുവിൻ റീസൺ സ്റ്റേറ്റ് ചെയ്തിട്ട് മേടിക്കാം. അപ്പോൾ ഒരു എക്സ്റ്റൻഷൻ നമുക്ക് ഗ്രാൻഡ് ചെയ്യും. എനിക്ക് സ്റ്റാർട്ടിങ് എനിക്ക് തോന്നുന്നു ആദ്യത്തെ ഒരു അസൈൻമെൻറ്റ് വെച്ചപ്പോൾ അങ്ങനെ അറിയില്ലായിരുന്നു. പിന്നെ പിള്ളേരുള്ള എക്സ്റ്റൻഷൻ മേടിക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോഴാണ് പിന്നെ അത് ആക്ച്വലി അത് ഭയങ്കര യൂസ്ഫുള്ളാണെന്ന് നോക്കിയിട്ട് നമുക്ക് പ്രോപ്പറായിട്ട് നമ്മളെ കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് പോകും. അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര വട്ടെടുത്ത് പോകും എല്ലാം കൂടി ഒരുമിച്ച് വരുമ്പോൾ. കാരണം നമുക്കത് ഒട്ടും ശീലമില്ലാത്ത കാര്യമാണ്, പുതിയൊരു കാര്യം തന്നെയാണ് ഇവിടെ വന്നിട്ട്. അതുപോലെ അസൈൻമെൻറ്റ്സ് ചെയ്യുമ്പോൾ ചിലത് ശരിയാവും, ചിലത് ശരിയാവില്ല. കാരണം നമുക്ക് അങ്ങനത്തെ ഒരു കാര്യമേ ശീലമില്ല, ഈ ഒരു പാറ്റേൺ ഫോളോ ചെയ്തെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ആൾക്കാർക്കൊക്കെ അത് ഭയങ്കര ഈസിയാണ്. അപ്പോൾ അപ്പുറത്തുള്ള ആളെ നോക്കാൻ നിൽക്കണ്ട. എന്നാൽ നമ്മുടെ ബെസ്റ്റ് ചെയ്യുക.
ഇപ്പോൾ ഞാൻ എൻ്റെ 100% ഇട്ടിട്ടും നല്ല പൊട്ട ഫീഡ്ബാക്കൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മിങ്ങനെ നല്ലപോലെ തളർന്നു. നമ്മിങ്ങനെ ഓർക്കും നമ്മുടെ 100% ഇട്ടിട്ട് എന്താ അത് വർക്കായില്ലല്ലോ. പക്ഷേ നല്ല പൊട്ട എഫേർട്ട് ഇട്ട സാധനം എനിക്ക് നല്ല കിടിലൻ റിവ്യൂ ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു കാര്യം നോക്കണ്ട. ചിലപ്പോൾ അത് ശരിയാവും, ചിലപ്പോൾ ശരിയാവില്ല. പക്ഷെ നമ്മളുടെ ഒരു നല്ലൊരു എഫേർട്ട് ഇടാൻ നോക്കുക. പിന്നെ അതുപോലെ തന്നെ യൂണി ലൈഫൊക്കെ ഭയങ്കര അടിപൊളിയാണ്. നല്ല അടിപൊളി ക്യാമ്പസുകളാണ്, എല്ലാം അടിപൊളിയാണ്. പിന്നെ അതുപോലെ തന്നെ മെൻറ്റേഴ്സ് ഉണ്ടാവും. മെൻറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ നമ്മുടെ ഏതെങ്കിലും ഒരു സീനിയറിനെ ആയിരിക്കും നമുക്ക് മെൻറ്ററായിട്ട് തരുന്നത്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും സംശയമോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അവരോട് ചോദിക്കാം, അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ അസൈൻമെൻറ്റ്സ് എഴുതുന്നതിന് എല്ലാത്തിനും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ഓരോരോ ഇവിടെ കേർട്ടിനിൽ അങ്ങനെ ഓരോരോ ഡിപ്പാർട്ട്മെൻറ്റ് പോലത്തെ ഇതുണ്ട്. എനിക്കാണ് ലൈബ്രറിയിലാണ് അത് ഉണ്ട്. നമുക്ക് പോയി അത് ക്ലാരിഫൈ ചെയ്യാനും അങ്ങനെ, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു നല്ല മാർക്കുള്ള പിള്ളേരെ കേർട്ടിൻ ഹയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് അവരോട് എന്തെങ്കിലും ഡൗട്ട്സ് ചോദിക്കാൻ അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് ശരിക്കും നമ്മൾ എക്സ്പ്ലോർ ചെയ്യുവാണെങ്കിൽ കുറേ ഉണ്ട് യൂണിവേഴ്സിറ്റി ലൈഫിൽ. അപ്പോൾ നിങ്ങളുടെ യൂണി ലൈഫ് നിങ്ങൾ നല്ലപോലെ എക്സ്പ്ലോർ ചെയ്യുക, എൻജോയ് ചെയ്യുക. അതുപോലെ തന്നെ സൈഡിൽ കൂടെ നന്നായി പ്ലാൻ ചെയ്ത് കാര്യങ്ങൾ പോവുക. എന്ന് പറഞ്ഞാൽ പിന്നത്തേക്ക് വെക്കാണ്ടിരിക്കുക എന്നത് നമുക്ക് അത്രയും സമയമുള്ളൂ. അപ്പോൾ അത് പ്രോപ്പറായിട്ട് ചെയ്ത് കറക്റ്റ് ടൈമിൽ അസൈൻമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യാൻ നോക്കുക, അല്ലെങ്കിൽ എക്സ്റ്റൻഷൻ മേടിക്കുക, അങ്ങനെ നോക്കുക. അങ്ങനെ എല്ലാം ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇതുപോലെ എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ വന്ന് ടിപ്സ് പറഞ്ഞുതരാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഞാനിങ്ങനെ പേർത്തിനെ പറ്റി കുറച്ച് പറയാം. എന്താ പറഞ്ഞാൽ ഇവിടുത്തെ ആൾക്കാർ, ഫുഡ്, അല്ലെങ്കിൽ ഗ്രോസറീസ് ആയിരുന്നു പർച്ചേസ് ചെയ്യുന്നത് നല്ലത്, അങ്ങനെ കുറച്ച് റാൻഡം തിങ്സ് പറഞ്ഞുതരാം. അപ്പോൾ ഓക്കെ, ബൈ. അടുത്ത വീഡിയോയിൽ കാണാം.